സുനിൽ ഐസക് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി സുനിൽ, ഇതിപ്പോൾ വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് SIT കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പത്മകുമാറിന്റെയൊക്കെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ന്യായീകരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പോലും പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കുറ്റപത്രം വരട്ടെ, അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നടപടിയിലേക്ക് കടക്കാമെന്നൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴിതാ കടകംപള്ളിയിലേക്കും ഒരു ചോദ്യം ചെയ്യൽ, ഓക്കെ ശരി, പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയുള്ള ന്യായീകരണങ്ങൾ അതത്ര എളുപ്പമായിരിക്കില്ല. CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു നീക്കമാണ് SIT-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. മാത്രമല്ല, പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചു വന്നിരുന്ന ആരോപണങ്ങളെ ഒരു പരിധിവരെ ആരോപണങ്ങൾ പൂർണ്ണമായി ശരിവെക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യണം, കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തണം എന്നതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, കടകംപള്ളിക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്തെത്തുകയും പ്രതിപക്ഷ നേതാവിനെതിരെ കടകംപള്ളി കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് അതിന് നടപടികളൊക്കെ കോടതിയുടെ മുമ്പിൽ ഉണ്ട് താനും. അതിനിടയിലാണ് ഇപ്പോൾ ഈ മുൻ മന്ത്രി എന്ന നിലയ്ക്ക് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്തു വന്ന വിവരം കടകംപള്ളി തന്നെ സ്ഥിരീകരിച്ചതോടുകൂടി അക്കാര്യത്തിൽ മറ്റ് ആശങ്കകളൊന്നുമില്ല. അത് അദ്ദേഹം തന്നെ അന്ന് മന്ത്രി എന്ന നിലയ്ക്കാണ് തന്നെ ചോദ്യം ചെയ്തത്. എന്നതിനപ്പുറത്തേക്ക് ഇതിൽ തനിക്ക് മറ്റേതെങ്കിലും ബന്ധമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നോക്കൂ, ആദ്യഘട്ടം മുതൽ തന്നെ SIT എടുത്ത ഒരു നിലപാട്, ഈ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. പോറ്റിയെ അറസ്റ്റ് ചെയ്ത് പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഓരോ ആളുകളെയും ചോദ്യം ചെയ്യുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. SIT ഇതുവരെ ചോദ്യം ചെയ്ത എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ഒരു കാര്യം കൂടി, ഒരു ചരിത്രം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്തായാലും ഒടുവിൽ ഈ കേസിൻ്റെ വഴികളിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ ചില നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നത്. പത്മകുമാർ പറഞ്ഞത് ഇതിൽ തനിക്ക് മാത്രമല്ല ഇതിലെ ഉത്തരവാദി, ഇതിന് പല ആളുകൾക്കും ഉത്തരവാദിത്വമുണ്ട്, തനിക്ക് മുകളിലും തനിക്ക് താഴെയും ആളുകളുണ്ടല്ലോ എന്നായിരുന്നു ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പത്മകുമാർ നൽകിയ മറുപടി. ആ മറുപടികളിൽ ഒന്നിലാണ് പത്മകുമാർ പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 അപേക്ഷകൾ സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരുന്നു. അതിൽ ഒന്ന് ദേവസ്വം ബോർഡിനും മറ്റൊന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിരുന്നു കൊടുത്തിരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അതുവരെ പറഞ്ഞത് തൻ്റെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫയൽ വന്നിട്ടില്ല, താനൊരു ഫയലും കണ്ടിട്ടില്ല. മാത്രമല്ല, താനൊരു ഫയലും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് മുന്നിൽ ഫയൽ എത്തേണ്ട കാര്യം പോലുമില്ല എന്നാണ് അതുവരെ കടകംപള്ളി പറഞ്ഞത്.